നമസ്കാരം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മുൻ വർഷത്തേക്കാൾ കൂടുതൽ യാത്രക്കാർ എത്തിയിരിക്കുകയാണ്. 2024 ഏതാണ്ട് 49 ലക്ഷത്തിലധികം പേരാണ് തിരുവനന്തപുരത്ത് വിമാനയാത്ര നടത്തിയത്. എയർപോർട്ട് അതോറിറ്റി പുറത്തുവിട്ട കണക്കുകളിലാണ് ഇത് വ്യക്തമാക്കുന്നത്. ഈ കാലയളവിൽ 26.4 ലക്ഷം ആഭ്യന്തര യാത്രക്കാരും 22.7 ലക്ഷം അന്താരാഷ്ട്ര യാത്രക്കാരും വിമാനത്താവളം ഉപയോഗപ്പെടുത്തി. അതായത് 2023 2024 18.52% വർധനയാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത്. 2024 32,324 വിമാന സർവീസുകൾ നടക്കുകയും ചെയ്തു. ഇതും മുൻ വർഷത്തേക്കാൾ കൂടുതലാണ്. വർദ്ധിച്ചു വരുന്ന യാത്രക്കാരുടെ എണ്ണം സൂചിപ്പിക്കുന്നത് തിരുവനന്തപുരത്തിന് ചുറ്റുമുള്ള ഇടങ്ങളിലും തമിഴ്നാട് ഭാഗത്തുള്ളവരുടെയും പ്രധാനപ്പെട്ട വിമാനയാത്ര കേന്ദ്രമായി തിരുവനന്തപുരം വിമാനത്താവളം മാറിയിരിക്കുന്നു എന്നതാണ്. കൂടുതൽ സർവീസുകളും മികച്ച ആധുനിക സൗകര്യങ്ങളും ഒരുക്കിയതോടെയാണ് കൂടുതൽ സ്വീകാര്യത തിരുവനന്തപുരത്ത് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ദിവസം 100ഓളം വിമാന സർവീസുകളും 15,000-ഓളം യാത്രക്കാരും തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. ഇവിടെ നിന്നും 11 ആഭ്യന്തര കേന്ദ്രങ്ങളിലേക്കും 14 അന്താരാഷ്ട്ര കേന്ദ്രങ്ങളിലേക്കും കണക്ടിവിറ്റി ഉണ്ട്. ബംഗളൂരു, ചെന്നൈ, ഡൽഹി എന്നിവയാണ് തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ കണക്ഷൻ ഉള്ളത്. അബുദാബി, ഷാർജ, ദുബായ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കണക്ഷനിലും തിരുവനന്തപുരം മുന്നിലാണ്. ഏറ്റവും കൂടുതൽ ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ തിരുവനന്തപുരത്തു നിന്നും നടത്തുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ, എയർ അറേബ്യ എന്നിവരാണ്. കാർഗോ കൈകാര്യം ചെയ്യുന്നതിലും തിരുവനന്തപുരത്ത് മുൻ വർഷത്തേക്കാൾ കൂടുതൽ നേട്ടം ഉണ്ടായിരിക്കുകയാണ്. മുൻ വർഷത്തേക്കാൾ 33.3% വർദ്ധിച്ച് 3,279 ടൺ കാർഗോയാണ് 2024 ഇവിടെ കൈകാര്യം ചെയ്തത്. ഒരു പഠന റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളിൽ ആഭ്യന്തര സർവീസുകൾ കൂടുതലായും ബംഗളൂരു, ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, പൂനെ, ചെന്നൈ, കൊൽക്കത്ത, അഹമ്മദാബാദ്, ജയ്പൂർ എന്നിവിടങ്ങളിലേക്കാണ്. ഇനി കേരളത്തിൽ നിന്നുള്ള അന്താരാഷ്ട്ര സർവീസുകൾ കൂടുതലും നടക്കുന്നത് ദുബായ്, അബുദാബി, ക്വാലാലംപൂർ, ബാങ്കോക്ക്, ദോഹ, ഷാർജ, മസ്കറ്റ്, റിയാദ് എന്നിവിടങ്ങളിലേക്കാണ്. ഈ പറഞ്ഞതൊക്കെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം കൈവരിച്ച നേട്ടങ്ങളും പ്രത്യേകതകളുമൊക്കെ ആണെങ്കിലും സ്ഥലപരിമിതി വലിയൊരു പ്രതിസന്ധി ഇപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. റൺവേ വികസനമാണ് ഒരു വലിയ കടമ്പയായി ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. റൺവേ വികസനത്തിനായി 12 ഏക്കറോളം ഏറ്റെടുത്ത് നൽകുന്നതിൽ സർക്കാർ തീരുമാനം ഇതുവരെയും നടപ്പിലായതുമില്ല. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA ഈ വിഷയത്തിൽ അന്ത്യശാസനം നൽകിയെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെയും തീരുമാനം വന്നിട്ടുമില്ല. ചാക്ക ഭാഗത്ത് ഇപ്പോൾ അഗ്നിരക്ഷാസേന ഓഫീസ്, ബ്രഹ്മോസ് എന്നിവ ഉൾപ്പെടുന്ന 12ഓളം ഏക്കറാണ് വിമാനത്താവളത്തിന്റെ നവീകരണത്തിനായി വിട്ടുകൊടുക്കേണ്ടത്. ഇത് സർക്കാർ ഉടമസ്ഥതയിലാണുള്ളത്. അന്താരാഷ്ട്ര മാനദണ്ഡമനുസരിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ റൺവേ കോഡ് 3-4 ഗണത്തിൽപ്പെടുന്നതാണ്. ഇത്തരത്തിലുള്ള റൺവേകളുടെ ഇരുവശത്തും 180 മീറ്റർ വീതിയിൽ സ്ട്രിപ്പ് വികസിപ്പിക്കണമെന്നാണ് അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡം. വിമാനങ്ങൾ ലാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകട സാഹചര്യങ്ങൾ ഒഴിവാക്കി സുരക്ഷ ഉറപ്പാക്കുവാനാണ് ഇത് വേണ്ടിവരുന്നത്. അദാനി ഗ്രൂപ്പിന് കൈമാറുന്നതിന് മുൻപ് എയർപോർട്ട് അതോറിറ്റി നേരിട്ട് വിമാനത്താവളം നടത്തിയിരുന്ന കാലത്തും ഈ ആവശ്യം സർക്കാരിനോട് ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് എയർപോർട്ട് അതോറിറ്റിക്ക് നൽകേണ്ടതാണ്. ഈ സ്ഥലത്തിന്റെ വില നൽകാമെന്ന് അദാനി ഗ്രൂപ്പ് നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ നഗരഹൃദയത്തിൽ ജനവാസ മേഖലയിൽ നിന്ന് സ്ഥലം ഏറ്റെടുക്കുന്നത് തന്നെയാണ് സർക്കാർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. ഇതുവഴി കടന്നുപോകുന്ന ചാക്ക ശംഖുമുഖം റോഡിന്റെ കാര്യത്തിലും സ്ഥലമേറ്റെടുപ്പ് കുരുക്കായി മാറും. പുതിയ പാത നിർമ്മിക്കേണ്ട അവസ്ഥയും ഉണ്ടാകും. ഇപ്പോൾ നിലവിൽ 3.398 കിലോമീറ്ററാണ് റൺവേയുടെ ആകെ നീളം. ഓൾ സെയിൻസ് ഭാഗത്ത് 200 മീറ്റർ, മുട്ടത്തറ ഭാഗത്ത് 480 മീറ്റർ ഉൾപ്പെടെ 541 മീറ്റർ റൺവേ ലാൻഡിങ്ങിന് ഉപയോഗപ്രദമല്ല എന്ന അവസ്ഥയാണ്. ഇതിനോടൊപ്പം മറ്റൊരു വസ്തുത കൂടി ഉയരുന്നുണ്ട്. ഇവിടെ നിന്നും നേരിട്ട് മറ്റു രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണത്തിലെ കുറവ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ യാത്രക്കാർ ആശ്രയിച്ചിരുന്ന സൗദി എയർലൈൻസ് ഇവിടെ നിന്നും സർവീസ് നിർത്തിയിട്ട് വർഷങ്ങളായി. റിയാദിലേക്കും ജിദ്ദയിലേക്കുമുള്ള യാത്രക്കാർക്ക് വലിയ ഉപകാരപ്രദമായിരുന്നു ഈ സർവീസ്. ഈ വിഷയങ്ങളിൽ വരും നാളുകളിൽ പരിഹാര നടപടികൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പുതിയ വാർത്തകൾക്കൊപ്പം അപ്ഡേറ്റ് വീഡിയോകളും ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഫോളോ ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.